കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പോകുമ്പോൾ അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ അന്തിമ തീരുമാനമാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത്. എംപിമാർ മത്സരിക്കേണ്ടെന്ന നിലപാട് AICC കടുപ്പിച്ചതിന് പിന്നാലെ കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും സജീവമായി നടക്കുന്നു. 20ഓളം സീറ്റുകളിൽ ഒറ്റ പേരിലെത്താൻ കഴിയാത്തതാണ് നേതൃത്വത്തെ ഇപ്പോഴും കുഴക്കുന്നത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, അങ്ങനെ രണ്ടാം ഘട്ട പട്ടികയ്ക്കും അന്തിമ രൂപമാക്കി. ഇനിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയായി നിൽക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ അവിടങ്ങളിലേക്കുള്ള ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രധാനമായും ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വലിയ വെല്ലുവിളി നേരിടുന്നത് കോൺഗ്രസ്? ജിൽസി, VD സതീശൻ പ്രതിപക്ഷ നേതാവ് നയിച്ച പുതുയുഗ യാത്ര അത് നടക്കുന്നതിനിടയിൽ തന്നെ ഒരു 50ഓളം സീറ്റിലെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ UDF കണക്കുകൂട്ടിയിരുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം UDF നേതാക്കളും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. പുതുയുഗ യാത്ര കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ UDFന്റെ സീറ്റ് വിഭജനം പൂർണ്ണമായും പൂർത്തിയാക്കാനും നിലവിൽ UDFന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കെ സുധാകരൻ ഉയർത്തിയ സ്ഥാനാർത്ഥി വാദം ഒക്കെ ഉയർന്ന് അത് ദില്ലിയിൽ വലിയ ചർച്ചയാവുകയും ഒപ്പം തന്നെ ഏകദേശം 6ഓളം വരുന്ന എംപിമാർ അവർ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ കീറാമുട്ടിയിലായ നിലയിൽ തന്നെയാണ് നിലവിൽ UDFന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും സീറ്റ് നിർണയ തീരുമാനം എന്ന് പറയുന്നത്. അത് ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ കെ സുധാകരൻ ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. കെ സുധാകരനെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ അത്തരം കടുത്ത നിലപാടിലേക്കൊക്കെ കടന്ന സാഹചര്യമൊക്കെ ഉണ്ട്. നേരത്തെ ദില്ലിയിലേക്ക് ഇന്ന് എത്തണം എന്നുള്ള ആവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇന്ന് സുധാകരൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നിലപാട് കെ സുധാകരൻ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കണ്ണൂരിൽ ഒരുപക്ഷെ കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെ സുധാകരൻ അനുകൂലിയായ കെ സുധാകരനൊപ്പം നിൽക്കുന്ന ആരെയെങ്കിലും റിജുൽ മാക്കറ്റി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് എത്താനാണ് സാധ്യത. അങ്ങനെ ഉള്ള ഒരു നിലപാടിലേക്ക് എത്തുകയും സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിനും നേതൃത്വത്തിനുമൊക്കെ നിലവിൽ ഉള്ളത്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാണ്, സുധാകരൻ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴയിലും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഒപ്പം തന്നെ പത്തനംതിട്ടയിലും അടൂർ പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യം അത് നിലവിൽ ശിവഗിരി മഠം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഈഴവ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പ്രാതിനിധ്യം വേണം, അത്തരം പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദ സ്വാമികൾ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. കോൺഗ്രസ് പണ്ട് ആന്റണിയുടെ കാലത്തും ഒപ്പം തന്നെ കരുണാകരന്റെ കാലത്തുമൊക്കെ ആവശ്യത്തിന് പരിഗണന ലഭിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അത്തരം പരിഗണനകൾ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ സാമുദായിക സമവാക്യങ്ങൾ കൂടി പൂർണ്ണമായും പരിഗണിച്ച് മാത്രമേ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് പൂർത്തിയാക്കാൻ കഴിയൂ. അത് നിലവിൽ എന്തായാലും വലിയ കീറാമുട്ടിയായി തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ നിലനിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും വിജയൻ, എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ അത് പല മണ്ഡലങ്ങളിലെ നിരവധി പേരുകൾ ഉയർന്നു വരുന്നതിൽ ഉടക്കി അങ്ങനെ നിൽക്കുകയാണ്. ഒപ്പം തന്നെ കെ സുധാകരൻ അനുനയിപ്പിക്കാൻ ഇനിയും കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കേണ്ടതാണ്.